ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നവരയിലെ പറ്റിയാണ്. നമ്മൾ ആയുർവേദത്തിനൂടെ ഉള്ള നവരയില, നമുക്ക് മരുന്നുകൾക്കുള്ള ഔഷധ ചെടിയാണ് നവരയില. അപ്പോൾ കുട്ടികൾക്കെല്ലാം പനി, കഫക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടെയാണ് നവരയില. അപ്പോൾ നവരയില എല്ലാ വീട്ടുമുറ്റത്തും അല്പം നടുന്നത് നല്ലതാണ്. അപ്പോൾ കൊച്ചുങ്ങൾക്കോ വലിയവർക്കോ എല്ലാം പനി വന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ നവരയിലെന്നും പറയും, പനിക്കൂർക്കയെന്നും പറയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് രണ്ട് മൂന്ന് തരത്തിനും ഉണ്ട്. ഈ നവരയില ചെടി നവരമുണ്ട്. ചെടി നവര നമ്മൾ കൈക്ക് കുടിക്കുമ്പോൾ ചെറിയ കയ്പ്പുണ്ടാകും. അപ്പോൾ അത് നമ്മൾ എടുക്കാതിരിക്കുക. സാധാരണ ഇതേപോലത്തെ നവരയില എടുത്ത് അത് പുഴുക്കളില്ലാത്ത ഇല നോക്കി വേണം നിങ്ങൾ എടുക്കുക. 5-6 ഇലയെടുത്ത് പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ പനിയും കഫക്കെട്ട്, അതുപോലെ തന്നെ വേറൊരു ഐറ്റം ഒരു ഇതും കൂടെ ഉണ്ട്, തൈറോയ്ഡിന് ഉത്തമമായ ഒരു ഔഷധം കൂടെയാണ് നവരയില. അപ്പോൾ നിങ്ങളത് 5-6 ഇല എടുത്ത് പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ തൈറോയ്ഡ് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു ഔഷധമാണ് നവരയില. അപ്പോൾ എനിക്ക് നവരയില ഞാൻ വെറും വയറ്റിൽ രാവിലെ കുടിക്കാറുണ്ട്. നവരയില നല്ല വൃത്തിയെ കഴുകിയെടുക്കണം, കുറേ വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ. അത് വെളിയിൽ നിൽക്കുന്നത് കൊണ്ട് പുഴുക്കളും അതും ഇതൊക്കെ കടിച്ച്, അപ്പോൾ അതിൻ്റെ അണുക്കളുടെ ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ലവണ്ണം കഴുകിയതിന് ശേഷം പിഴിഞ്ഞ് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. എനിക്ക് തൈറോയ്ഡ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇത് കുടിച്ചതിന് ശേഷം എനിക്ക് നോർമലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ വെറും വയറ്റിൽ രാവിലെ കുടിക്കുകയാണെങ്കിൽ ചായ കുടിക്കരുത്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കുടിച്ചാൽ മതിയാവും. പിന്നെ ഈ പച്ചില മരുന്ന് കഴിക്കുന്നവർ ചിലർക്ക് ഇത് ഇൻഫെക്ഷൻ ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിക്കാൻ പോകരുത്. അല്ലാത്തവർക്ക് കഴിക്കണതിലൊരു കുഴപ്പവുമില്ല. നല്ല ഇതുപോലെ നല്ല പിഴിഞ്ഞെടുത്ത് ഫുൾ ചാറ് വരും. അപ്പോൾ ഈ കളറ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട, കയ്പൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുടിച്ച് നോക്കണേ. അപ്പോൾ ഞാനിതാണ് എനിക്ക് തൈറോയ്ഡ് വന്നപ്പോൾ ഞാൻ കുടിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.